PM വിശ്വകർമ്മ സൗജന്യമായി അപേക്ഷിക്കുവാനായുള്ള വെബ്സൈറ്റ് www.pmvishwakarma.gov.in തുറക്കൂ. എന്നിട്ട് ലോഗിൻ ഡ്രോപ്പ് ഡൗണിൽ ക്ലിക്ക് ചെയ്യുക. ലോഗിൻ ഡ്രോപ്പ് ഡൗൺ മെനുവിൽ നിന്ന് PM വിശ്വകർമ്മയിൽ രജിസ്ട്രേഷനായി ലഭ്യമായ ഇ-ശ്രം ഡാറ്റ കാണുന്നതിനായി CSE ഇ-ശ്രം ഡാറ്റ നോക്കുക. കൂടാതെ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ CSE ഉപയോക്തൃ നാമവും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. CSE ഉപയോക്താവിന് ഇ-ശ്രം രജിസ്ട്രേഷൻ അപേക്ഷാ വിവരണങ്ങൾ കാണാവുന്നതാണ്. അതിലൂടെ അവർക്ക് ആ അപേക്ഷകരെ ബന്ധപ്പെടാനും അവർക്ക് PM വിശ്വകർമ്മയിൽ രജിസ്റ്റർ ചെയ്യാനും കഴിയും. PM വിശ്വകർമ്മയിൽ തൊഴിലാളികൾക്ക് രജിസ്റ്റർ ചെയ്യുന്നതിനായി CSE ഉപയോക്താവ് ലോഗിൻ ഡ്രോപ്പ് ഡൗൺ കൊണ്ട് CSE രജിസ്റ്റർ ആർട്ടിസാൻ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ CSE ഉപയോക്തൃ നാമം കൂടാതെ പാസ്വേഡ് എന്നിവ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. അഥവാ വിശ്വകർമ്മരുടെ കുടുംബങ്ങളിൽ സർക്കാർ ഉദ്യോഗസ്ഥർ ഒന്നുമില്ലെങ്കിൽ, കൂടാതെ കഴിഞ്ഞ 5 വർഷങ്ങളായി സ്വയം തൊഴിൽ വികസനത്തിനായി കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരുകളുടെ സമാന പദ്ധതികളിൽ, അതായത് PMEGB, PM സ്വനിധി, മുദ്രാ ലോണിന് കീഴിൽ നിങ്ങൾ ക്രെഡിറ്റോ ലോൺ സൗകര്യങ്ങളോ നേടിയിട്ടില്ല എങ്കിൽ തൊഴിലാളികളുടെ ആധാറുമായി ചേർത്ത മൊബൈൽ നമ്പർ സമർപ്പിക്കുക. തൊഴിലാളിയുടെ 12 അക്ക ആധാർ സംഖ്യ സമർപ്പിക്കുക. എന്നിട്ട് ചെക്ക് ബോക്സ് അടയാളപ്പെടുത്തുക. തൊഴിലാളിയുടെ മൊബൈൽ നമ്പറിൽ ലഭ്യമായ 1 ടൈം പാസ്വേഡ്, അതായത് OTP സമർപ്പിക്കുക. എന്നിട്ട് കണ്ടിന്യൂ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ബയോമെട്രിക് ഉപയോഗിച്ച് ആധാർ പ്രമാണീകരണം നടത്തുക. ബയോമെട്രിക് ഉപയോഗിച്ച് പ്രമാണീകരണത്തിനായി ബയോമെട്രിക് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഫിംഗർ പ്രിന്റ്, ഐറിസ് അല്ലെങ്കിൽ മുഖം തിരിച്ചറിയൽ ഉപയോഗിച്ച് ബയോമെട്രിക് പ്രമാണീകരണം നടത്തുക. രജിസ്ട്രേഷൻ ഫോം പൂരിപ്പിക്കുന്നതിനായി വ്യക്തിഗത വിവരങ്ങളുടെ വിഭാഗത്തിൽ പിതാവ്, ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യയുടെ പേര്, ജനനതീയതി, പിന്നെ ലിംഗം എന്നിവ ആധാറിൽ നിന്ന് സ്വയമേവ ലഭിക്കും. പിതാവ്, ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യയുടെ പേര് ആധാറിൽ നിന്ന് ലഭിക്കുന്നില്ല എങ്കിൽ അപ്പോൾ CSEയുടെ സഹായം നേടുക. കൂടാതെ ആധാറിൽ നിങ്ങളുടെ പിതാവ്, ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യയുടെ പേര് വിവരങ്ങൾ എന്നിവ ശരിയാക്കിക്കൊണ്ട് വീണ്ടും അപേക്ഷ പൂരിപ്പിക്കുക. ഓർമ്മിക്കുക, വ്യക്തിഗത വിശദാംശ വിഭാഗത്തിലെ എല്ലാ വിവരങ്ങളും നിർബന്ധമാണ്. തൊഴിലാളിയുടെ വൈവാഹിക നില തിരഞ്ഞെടുക്കുക. തൊഴിലാളിയുടെ വിഭാഗം ജനറൽ, SC, ST അല്ലെങ്കിൽ OBC എന്നത് തിരഞ്ഞെടുക്കുക. അഥവാ തൊഴിലാളി ദിവ്യാംഗരല്ലെങ്കിൽ അല്ല എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അഥവാ തൊഴിലാളി ദിവ്യാംഗരാണെങ്കിൽ ദിവ്യാംഗർ എന്ന വിഭാഗം തിരഞ്ഞെടുക്കുക. അഥവാ തൊഴിലാളി തന്റെ സ്വന്തം ജില്ലയിൽ തൊഴിൽ ചെയ്യുകയാണെങ്കിൽ ആണ്, അല്ലെങ്കിൽ അല്ല എന്നത് തിരഞ്ഞെടുക്കുക. തൊഴിലാളി ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടയാളാണോ അതോ അല്ലേ, അത് തിരഞ്ഞെടുക്കുക. ബന്ധപ്പെടാനുള്ള വിശദാംശ വിഭാഗത്തിൽ മൊബൈൽ നമ്പർ കൂടാതെ ആധാർ നമ്പർ സ്വയമേവ പൂരിപ്പിക്കപ്പെടും. അഥവാ ലഭ്യമാണെങ്കിൽ പാൻ കാർഡ് നമ്പർ സമർപ്പിക്കുക. കുടുംബ വിശദാംശ വിഭാഗത്തിൽ അഥവാ റേഷൻ കാർഡ് നമ്പർ ആധാർ നമ്പറുമായി ബന്ധിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ എങ്കിൽ റേഷൻ കാർഡ് നമ്പർ കൂടാതെ കുടുംബത്തിന്റെ വിശദാംശങ്ങൾ സ്വയമേവ പൂരിപ്പിക്കപ്പെടും. അല്ലെങ്കിൽ കുടുംബത്തിന്റെ വിശദാംശങ്ങൾ ലഭ്യമാക്കുന്നതിനായി റേഷൻ കാർഡ് നമ്പർ സമർപ്പിക്കുക. റേഷൻ കാർഡിലെ കുടുംബ വിശദാംശങ്ങളിൽ തൊഴിലാളിക്ക് തീർച്ചയായും മാറ്റം വരുത്താൻ സാധിക്കും. അഥവാ റേഷൻ കാർഡ് ലഭ്യമല്ല എങ്കിൽ കുടുംബത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ മാനുവലായി ചേർക്കുക. ആധാർ വിലാസ വിശദാംശ വിഭാഗത്തിൽ ആധാർ വിലാസം, സംസ്ഥാനം, ജില്ല കൂടാതെ പിൻകോഡ് സ്വയമേവ പൂരിപ്പിക്കപ്പെടും. അഥവാ ആധാറിലുള്ള വിലാസവും നിലവിലുള്ള വിലാസവും ഒന്നുതന്നെയാണെങ്കിൽ ആധാർ വിലാസത്തിന് സമാനമായതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് തിരഞ്ഞെടുക്കുക. തൊഴിലാളി ഗ്രാമപഞ്ചായത്തിന്റെ ഉള്ളിൽ വരുന്നതാണോ അതോ അല്ലയോ, അഥവാ ആണെങ്കിൽ ബ്ലോക്കും ഗ്രാമപഞ്ചായത്തും തിരഞ്ഞെടുക്കുക. അഥവാ തൊഴിലാളി നഗരപ്രദേശത്തുള്ളയാളാണെങ്കിൽ നിങ്ങൾ ഗ്രാമപഞ്ചായത്തിനുള്ളിൽ വരുന്നയാളാണോ എന്നുള്ള വിഭാഗത്തിൽ ഇല്ല എന്ന് തിരഞ്ഞെടുക്കുക. കൂടാതെ തങ്ങളുടെ ULB, അതായത് നഗര തദ്ദേശ സ്ഥാപനം തിരഞ്ഞെടുക്കുക. ആധാർ വിലാസ വിശദാംശങ്ങൾ എന്ന വിഭാഗത്തിൽ അഥവാ ആധാർ വിലാസം വ്യത്യസ്തമാണെങ്കിൽ നിലവിലുള്ള വിലാസം തിരഞ്ഞെടുക്കുക. എന്നിട്ട് സമർപ്പിക്കുക. തൊഴിലാളി ഗ്രാമപഞ്ചായത്തിനുള്ളിൽ വരുന്നയാളാണോ അതോ അല്ലയോ എന്ന്. കൂടാതെ തൊഴിലാളിയുടെ നിലവിലുള്ള വിലാസം സമർപ്പിക്കുക. തൊഴിൽ വിശദാംശ വിവരണ വിഭാഗത്തിൽ തൊഴിലാളിയുടെ തൊഴിലിന്റെ പേര് തിരഞ്ഞെടുക്കുക. അഥവാ തൊഴിലാളിയുടെയും കുടുംബത്തിന്റെയും തൊഴിൽ ഒന്ന് തന്നെയാണ് എങ്കിൽ ചെക്ക് ബോക്സിൽ ടിക്ക് മാർക്ക് ചെയ്യുക. കൂടാതെ തൊഴിൽ വിലാസം തിരഞ്ഞെടുക്കുക. അഥവാ തൊഴിലിന്റെ വിലാസം ആധാറിലേതിന് സമാനമാണെങ്കിൽ
ആധാർ വിലാസത്തിന് തുല്യമെന്നത് തിരഞ്ഞെടുക്കുക. അഥവാ നിലവിലുള്ള വിലാസത്തിന് സമാനമെങ്കിൽ നിലവിലുള്ള വിലാസത്തിന് സമാനമായത് തിരഞ്ഞെടുക്കുക. അഥവാ തൊഴിൽ വിലാസം ആധാറിലെയും നിലവിലുള്ളതുമായ വിലാസത്തിൽ നിന്ന് വ്യത്യസ്തമെങ്കിൽ മറ്റ് ഓപ്ഷനുകൾ തിരഞ്ഞെടുക്കുക. എന്നിട്ട് തൊഴിൽ വിലാസം സമർപ്പിക്കുക. സേവിങ്സ് ബാങ്ക് വിവരണ വിഭാഗത്തിൽ തൊഴിലാളിയുടെ ബാങ്ക് അക്കൗണ്ടിന്റെ പേര് തിരഞ്ഞെടുക്കുക. IFSC കോഡ് സമർപ്പിക്കുക. ബാങ്ക് ശാഖയുടെ പേര് തിരഞ്ഞെടുക്കുക. അക്കൗണ്ട് നമ്പർ സമർപ്പിക്കുക. എന്നിട്ട് അക്കൗണ്ട് നമ്പർ വീണ്ടും സമർപ്പിച്ച് അത് ഉറപ്പുവരുത്തുക. ക്രെഡിറ്റ് സഹായ വിഭാഗം തിരഞ്ഞെടുക്കുക. എന്താ തൊഴിലാളിക്ക് സാമ്പത്തിക സഹായത്തിന്റെ ആവശ്യമുണ്ടോ, അതോ പിന്നീട് മതിയാകുമോ? അഥവാ ക്രെഡിറ്റ് സഹായം ആവശ്യമാണെന്നുണ്ടെങ്കിൽ 50,000 മുതൽ 1,00,000 രൂപ വരെയുള്ള തുക സമർപ്പിക്കുക. അഥവാ തൊഴിലാളി അതേ സേവിങ്സ് ബാങ്ക് അല്ലെങ്കിൽ ശാഖയിൽ ലോൺ എടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ലോൺ എടുക്കുന്നതിനായി ഇഷ്ടമുള്ള ബാങ്ക് ശാഖയിൽ നിലവിലുള്ള സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് തിരഞ്ഞെടുക്കുക. അല്ലെങ്കിൽ അഥവാ തൊഴിലാളി മറ്റ് ബാങ്ക് ശാഖയിൽ നിന്ന് ലോൺ എടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ മറ്റുള്ളവ തിരഞ്ഞെടുക്കുക. എന്നിട്ട് ആ ബാങ്കും ശാഖയും തിരഞ്ഞെടുക്കുക. എവിടെ നിന്നാണോ തൊഴിലാളി വായ്പ എടുക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് വായ്പയുടെ ഉദ്ദേശം തിരഞ്ഞെടുക്കുക. കൂടാതെ നിലവിൽ വല്ല വായ്പാ തുകയും ഉണ്ടെങ്കിൽ അതിന്റെ വിവരങ്ങൾ സമർപ്പിക്കുക. കുടുംബത്തിന്റെ മൊത്തം മാസ വരുമാനം സമർപ്പിക്കുക. ഡിജിറ്റൽ ഇൻസെന്റീവ് വിഭാഗത്തിൽ അഥവാ തൊഴിലാളിയുടെ പക്കൽ ഏതെങ്കിലും UPI ID ഉണ്ടെങ്കിൽ ഉണ്ട്, അല്ലെങ്കിൽ ഇല്ല എന്ന് രേഖപ്പെടുത്തുക. അഥവാ ഉണ്ടെങ്കിൽ UPI ID വിവരണങ്ങൾ സമർപ്പിക്കുക. അഥവാ ലഭ്യമെങ്കിൽ UPI ID-യുമായി ബന്ധപ്പെട്ട മൊബൈൽ നമ്പർ സമർപ്പിക്കുക. നൈപുണ്യ പരിശീലന വിഭാഗത്തിലും കൂടാതെ ടൂൾ കിറ്റ് വിഭാഗത്തിൽ പദ്ധതി ഘടകത്തിന്റെ നേട്ടങ്ങൾ വായിക്കുക, മനസ്സിലാക്കുക. മാർക്കറ്റിംഗ് സഹായ വിഭാഗത്തിൽ ഈ പദ്ധതി മുഖേന ലഭിക്കുന്ന വിഭിന്ന മാർക്കറ്റിംഗ് സംബന്ധ സഹായങ്ങളുടെ നേട്ടങ്ങൾ തിരഞ്ഞെടുക്കുക. പ്രഖ്യാപനവും നിബന്ധനകളും വ്യവസ്ഥകളും അംഗീകരിക്കുക. എല്ലാ അവശ്യ വിവരങ്ങളും സമർപ്പിച്ചതിന് ശേഷം സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അപേക്ഷയുടെ യുണീക്ക് എൻറോൾമെന്റ് നമ്പർ നോട്ട് ചെയ്യുക. അപേക്ഷ സബ്മിറ്റായതിനു ശേഷം ലാഭാർത്ഥിയുടെ ബാങ്ക് അക്കൗണ്ടിന്റെ വിവരങ്ങൾ പരിശോധിച്ചുറപ്പിക്കുന്നതിന് ബാങ്ക് ശാഖയിലേക്ക് അയക്കും. ഉറപ്പ് ലഭിച്ചതിന് ശേഷം ബാങ്ക് ശാഖയുടെ അധികാരി PM വിശ്വകർമ്മ പോർട്ടൽ തുറക്കുക. എന്നിട്ട് ലെൻഡിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ വിഭാഗത്തിൽ നിങ്ങളുടെ തൊഴിൽ മിത്രത്തിന്റെ യൂസർ നെയിമും പാസ്വേഡും മുഖേന ലോഗിൻ ചെയ്യുക. PM വിശ്വകർമ്മ പോർട്ടലിൽ സമർപ്പിച്ചിരിക്കുന്ന സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ഉറപ്പാക്കിയതിനു ശേഷം SLBC, അതായത് സംസ്ഥാനതല ബാങ്കിംഗ് കമ്മിറ്റിക്ക് അയക്കുന്നതാണ്. SLBC, അതായത് സംസ്ഥാനതല ബാങ്കിംഗ് കമ്മിറ്റി സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ഉറപ്പാക്കുന്നതിനായി PM വിശ്വകർമ്മ പോർട്ടലിൽ തങ്ങളുടെ തൊഴിൽ മിത്രത്തിന്റെ യൂസർ നെയിമും പിന്നെ പാസ്വേഡും മുഖേന ലോഗിൻ ചെയ്യുക. SLBC മുഖേന ഉറപ്പുവരുത്തിയ അപേക്ഷയുടെ വിവരങ്ങൾ DFO അധികാരിക്ക് അയക്കുന്നതാണ്. DFO അധികാരി മുഖേന മൂന്നാമത്തേതും അന്തിമവുമായ ഉറപ്പാക്കൽ നടപ്പാക്കുന്നതാണ്. ഉറപ്പുവരുത്തൽ. അതിനുശേഷം അപേക്ഷയ്ക്ക് 3 തല പരിശോധനകൾ കടന്നു പോകേണ്ടതുണ്ട്. ഗ്രാമപഞ്ചായത്ത് pmvishwakarma.gov.in പോകുക. എന്നിട്ട് ലോഗിൻ ഡ്രോപ്പ് ഡൗണിൽ ക്ലിക്ക് ചെയ്യുക. ലോഗിൻ ഡ്രോപ്പ് ഡൗൺ മെനുവിൽ നിന്ന് ഉറപ്പാക്കൽ ലോഗിൻ ഓപ്ഷനിലൂടെ പഞ്ചായത്ത് പ്രസിഡന്റ് ലോഗിൻ തിരഞ്ഞെടുക്കുക. ഗ്രാമപഞ്ചായത്തിന്റെ രൂപത്തിൽ ഉപയോക്തൃ റോൾ തിരഞ്ഞെടുക്കുക. കൂടാതെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഉപയോക്തൃനാമവും പാസ്വേഡും സമർപ്പിക്കുക. പഞ്ചായത്ത് പ്രസിഡന്റ് ആധാർ നമ്പറുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന മൊബൈലിൽ ലഭിച്ചിരിക്കുന്ന OTP സമർപ്പിക്കുക. എന്നിട്ട് സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നാമനിർദ്ദേശം ചെയ്യപ്പെട്ട കരകൗശല തൊഴിലാളിയെ കാണുന്നതിനായി അപേക്ഷാ വിവരങ്ങളിൽ ക്ലിക്ക് ചെയ്യുക. ശേഷിക്കുന്ന അവലോകനങ്ങൾ കാണുന്നതിന് ഗിയർ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഡ്രോപ്പ് ഡൗണിൽ അപേക്ഷാ വിവരങ്ങളുടെ വിശകലനം നടത്തുക എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. തൊഴിലാളിയുടെ വ്യക്തിഗത വിവരണങ്ങൾ, ബന്ധപ്പെടാനുള്ള വിവരണങ്ങൾ, കുടുംബ വിവരങ്ങൾ, വിലാസ വിവരങ്ങൾ, കൂടാതെ തൊഴിൽ അല്ലെങ്കിൽ തൊഴിൽ വിവരങ്ങൾ സഹിതം സമ്പൂർണ്ണ വിവരണങ്ങൾ കാണുക. അപേക്ഷയിൽ മേൽ ശുപാർശ ചെയ്യുന്നതിനായി പഞ്ചായത്ത് പ്രസിഡന്റ് റിവ്യൂ സ്റ്റാറ്റസ് ഡ്രോപ്പ് ഡൗണിൽ നിന്ന് ശുപാർശ ചെയ്യുക തിരഞ്ഞെടുക്കുക. ഉറപ്പാക്കലിന്റെ തീയതി തിരഞ്ഞെടുക്കുക. ഉറപ്പാക്കലിന്റെ 1-ാം ചരണം മുതൽ തൊഴിലാളിയുടെ ശുപാർശ ചെയ്യുന്നതിനായി സേവ് ക്ലിക്ക് ചെയ്യുക. അപേക്ഷയിന്മേൽ ശുപാർശ ചെയ്യാതിരിക്കുവാനായി പഞ്ചായത്ത് പ്രസിഡന്റ് റിവ്യൂ സ്റ്റാറ്റസ് ഡ്രോപ്പ് ഡൗണിൽ നിന്ന് ശുപാർശ ചെയ്യുന്നില്ല എന്നത് തിരഞ്ഞെടുക്കുക. അസ്വീകാര്യമെന്നതിന്റെ കാരണം തിരഞ്ഞെടുക്കുക. കൂടാതെ തൊഴിലാളിയെ ശുപാർശ ചെയ്യാതിരിക്കുന്നതിനായി സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നഗര തദ്ദേശ സ്ഥാപനം pmvishwakarma.gov.in പോകുക. എന്നിട്ട് ലോഗിൻ ഡ്രോപ്പ് ഡൗണിൽ ക്ലിക്ക് ചെയ്യുക. ലോഗിൻ ഡ്രോപ്പ് ഡൗൺ മെനുവിൽ നിന്ന് ഉറപ്പാക്കൽ ലോഗിൻ ഓപ്ഷൻ മുഖേന ULB ലോഗിൻ തിരഞ്ഞെടുക്കുക. ULB ലോഗിന്റെ രൂപത്തിൽ
ഉപയോക്താവിന്റെ റോൾ തിരഞ്ഞെടുക്കുക. എന്നിട്ട് ULB ഉപയോക്താവ് തങ്ങളുടെ സ്വച്ഛ ഭാരത് മിഷൻ ഉപയോക്തൃനാമം, പാസ്വേഡ് എന്നിവ സമർപ്പിക്കുക. എന്നിട്ട് സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നാമനിർദ്ദേശം ചെയ്യപ്പെട്ട തൊഴിലാളിയെ കാണുന്നതിന് അപേക്ഷാ വിവരത്തിന്മേൽ ക്ലിക്ക് ചെയ്യുക. ശേഷിക്കുന്ന അവലോകനങ്ങൾ കാണുന്നതിന് ഗിയർ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഡ്രോപ്പ് ഡൗണിൽ നിന്ന് അപേക്ഷാ വിവരങ്ങൾ വിശകലനം ചെയ്യുക എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. തൊഴിലാളിയുടെ വ്യക്തിഗത വിവരങ്ങൾ, ബന്ധപ്പെടാനുള്ള വിവരങ്ങൾ, കുടുംബത്തിന്റെ വിവരങ്ങൾ, വിലാസ വിവരങ്ങൾ, പിന്നെ തൊഴിൽ അല്ലെങ്കിൽ തൊഴിൽ വിവരങ്ങൾ സഹിതം സമ്പൂർണ്ണ വിവരങ്ങൾ കാണുക. അപേക്ഷയിന്മേൽ ശുപാർശ ചെയ്യുന്നതിനായി ULB റിവ്യൂ സ്റ്റാറ്റസ് ഡ്രോപ്പ് ഡൗണിൽ നിന്ന് ശുപാർശ എന്നത് തിരഞ്ഞെടുക്കുക. ഉറപ്പാക്കിയ തീയതി തിരഞ്ഞെടുക്കുക. സ്ഥിരീകരണത്തിന്റെ ഘട്ടം 1 നിന്ന് അപേക്ഷകരെ ശുപാർശ ചെയ്യുന്നതിനായി സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപേക്ഷയിന്മേൽ ശുപാർശ ചെയ്യാതിരിക്കുന്നതിനായി ULB റിവ്യൂ സ്റ്റാറ്റസ് ഡ്രോപ്പ് ഡൗണിൽ നിന്ന് ശുപാർശ ചെയ്യുന്നില്ല എന്നത് തിരഞ്ഞെടുക്കുക. അസ്വീകാര്യതയുടെ കാരണം തിരഞ്ഞെടുക്കുക. കൂടാതെ തൊഴിലാളിയെ ശുപാർശ ചെയ്യാതിരിക്കുന്നതിനായി സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. DMDC വെരിഫിക്കേഷൻ. pmvishwakarma.gov.in പോകുക. എന്നിട്ട് ലോഗിൻ ഡ്രോപ്പ് ഡൗണിൽ ക്ലിക്ക് ചെയ്യുക. ലോഗിൻ ഡ്രോപ്പ് ഡൗൺ മെനുവിൽ നിന്ന് സ്ഥിരീകരണ ലോഗിൻ ഓപ്ഷനുള്ളിൽ DMDC ലോഗിൻ തിരഞ്ഞെടുക്കുക. DMന്റെ രൂപത്തിൽ ഉപയോക്താവ് റോൾ തിരഞ്ഞെടുക്കുക. എന്നിട്ട് DMDC ഉപയോക്തൃനാമം, പാസ്വേഡ് എന്നിവ സമർപ്പിക്കുക. ഗ്രാമപഞ്ചായത്ത് അല്ലെങ്കിൽ ULB മുഖേന ശുപാർശ ചെയ്യപ്പെട്ട തൊഴിലാളികളെ കാണുന്നതിനായി അപേക്ഷാ വിവരണങ്ങളിന്മേൽ ക്ലിക്ക് ചെയ്യുക. ശേഷിക്കുന്ന അവലോകനങ്ങൾ കാണുന്നതിന് ഗിയർ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഡ്രോപ്പ് ഡൗണിൽ നിന്ന് റിവ്യൂ ആപ്ലിക്കന്റ് ഡീറ്റെയിൽസ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. തൊഴിലാളികളുടെ വ്യക്തിഗത വിവരങ്ങൾ, ബന്ധപ്പെടാനുള്ള വിവരങ്ങൾ, കുടുംബത്തിന്റെ വിവരങ്ങൾ, വിലാസ വിവരങ്ങൾ, കൂടാതെ തൊഴിൽ അല്ലെങ്കിൽ തൊഴിൽ വിവരങ്ങൾ സഹിതം സമ്പൂർണ്ണ വിവരങ്ങൾ കാണുക. അപേക്ഷയിന്മേൽ ശുപാർശ ചെയ്യുന്നതിനായി DMDC റിവ്യൂ സ്റ്റാറ്റസ് ഡ്രോപ്പ് ഡൗണിൽ നിന്ന് ശുപാർശ എന്നത് തിരഞ്ഞെടുക്കുക. സ്ഥിരീകരണ തീയതി തിരഞ്ഞെടുക്കുക. സ്ഥിരീകരണത്തിന്റെ ഘട്ടം 1 മുതൽ തൊഴിലാളിയെ ശുപാർശ ചെയ്യുന്നതിനായി സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപേക്ഷയിൽ ശുപാർശ ചെയ്യുന്നില്ല എങ്കിൽ DMDC റിവ്യൂ സ്റ്റാറ്റസ് ഡ്രോപ്പ് ഡൗണിൽ നിന്ന് ശുപാർശ ചെയ്യുന്നില്ല എന്നത് തിരഞ്ഞെടുക്കുക. അസ്വീകാര്യതയുടെ കാരണം തിരഞ്ഞെടുക്കുക. തൊഴിലാളിയെ ശുപാർശ ചെയ്യാതിരിക്കുന്നതിനായി സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. DFO വെരിഫിക്കേഷൻ. pmvishwakarma.gov.in പോകുക. എന്നിട്ട് ലോഗിൻ ഡ്രോപ്പ് ഡൗണിൽ ക്ലിക്ക് ചെയ്യുക. ലോഗിൻ ഡ്രോപ്പ് ഡൗൺ മെനുവിൽ നിന്ന് സ്ഥിരീകരണ ലോഗിൻ ഓപ്ഷൻ മുഖേന MSME DFO ലോഗിൻ തിരഞ്ഞെടുക്കുക. DFO എന്ന നിലയിൽ ഉപയോക്താവിന്റെ റോൾ തിരഞ്ഞെടുക്കുക. എന്നിട്ട് DFO ഉപയോക്തൃനാമം, പാസ്വേഡ് എന്നിവ സമർപ്പിക്കുക. DMDC മുഖേന ശുപാർശ ചെയ്യപ്പെട്ട തൊഴിലാളികളെ കാണുന്നതിനായി അപേക്ഷാ വിവരങ്ങൾ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ശേഷിക്കുന്ന അവലോകനങ്ങൾ കാണുന്നതിന് ഗിയർ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഡ്രോപ്പ് ഡൗണിൽ നിന്ന് റിവ്യൂ ആപ്ലിക്കന്റ് ഡീറ്റെയിൽസ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. തൊഴിലാളികളുടെ വ്യക്തിഗത വിവരങ്ങൾ, ബന്ധപ്പെടാനുള്ള വിവരങ്ങൾ, കുടുംബത്തിന്റെ വിവരങ്ങൾ, വിലാസ വിവരങ്ങൾ, കൂടാതെ തൊഴിൽ വിവരങ്ങൾ എന്നിവയടക്കം സമ്പൂർണ്ണ വിവരങ്ങൾ കാണുക. ഏതെങ്കിലും ആപ്ലിക്കേഷൻ ശുപാർശ ചെയ്യുന്നതിനായി DFOയ്ക്ക് റിവ്യൂ സ്റ്റാറ്റസ് ഡ്രോപ്പ് ഡൗണിൽ നിന്ന് ശുപാർശ എന്നത് തിരഞ്ഞെടുക്കേണ്ടതാണ്. സ്ഥിരീകരണത്തിന്റെ തീയതി തിരഞ്ഞെടുക്കുക. സ്ഥിരീകരണത്തിന്റെ ഘട്ടം 3 മുതൽ തൊഴിലാളികളെ ശുപാർശ ചെയ്യുന്നതിനായി സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപേക്ഷകനെ ശുപാർശ ചെയ്യുന്നില്ല എങ്കിൽ DFO റിവ്യൂ സ്റ്റാറ്റസ് ഡ്രോപ്പ് ഡൗണിൽ നിന്ന് ശുപാർശ ചെയ്യുന്നില്ല എന്നത് തിരഞ്ഞെടുക്കുക. അസ്വീകാര്യതയുടെ കാരണം തിരഞ്ഞെടുക്കുക. തൊഴിലാളികളെ ശുപാർശ ചെയ്യാതിരിക്കുന്നതിനായി സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. വിജയകരമായ രജിസ്ട്രേഷനിൽ വിശ്വകർമ്മ സഹോദരീ സഹോദരന്മാർക്ക് ഒരു സർട്ടിഫിക്കറ്റും കൂടാതെ ID കാർഡും നൽകുന്നതാണ്.